ഹലോ അസ്സലാമലൈക്കും. ഇന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ റഹ്മത്തുൽ ഇസ്ലാം അഹ്ലു കമ്മിറ്റിയുടെ വക ഞങ്ങളുടെ അടുത്തുള്ളൊരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു സംഗമം. അതിൻ്റെ പേരാണ് തൻബീഹ്. തൻബീഹ് എന്നതിൻ്റെ അർത്ഥം ഉണർത്തൽ എന്നാണ്. എല്ലാ രക്ഷിതാക്കളും ഉമ്മമാരും ഉപ്പമാരും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ. നബിയുടെ ചരിത്രം പറഞ്ഞ് നബി എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറുന്നത്, അങ്ങനെയായിരുന്നു ക്ലാസ്. അവന്റെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അടുത്ത് 2 ആഴ്ചക്ക് മുമ്പാണ് കുറച്ച് പുസ്തകങ്ങളൊക്കെ അവരുടെ മുന്നിൽ വന്നത്. 8 or 10 കുട്ടികളുടെ നമ്മുടെ മുന്നിൽ കാണുന്ന കുട്ടികളുടെ മുന്നിൽ ആ പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് അവരുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മളെക്കാൾ ആവശ്യത്തോടെ ഒരു വായിക്കുകയാണ്. ഞാനിപ്പോ ഇന്നത്തെ കണക്കെടുത്ത് നോക്കുമ്പോ 23 പുസ്തകങ്ങളോട്ടോ ആ കുട്ടികൾ ഈ ദിവസം കൊണ്ട് വായിച്ചു തന്നിട്ടുണ്ട്. 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് 23 പുസ്തകങ്ങൾ ആ കുട്ടികൾ വായിച്ചു തീരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സമയങ്ങൾ, ഒഴിവ് സമയം കിട്ടുമ്പോൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. എന്നാൽ അവർക്കൊരു നല്ല വഴി ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അവർ പോകാനുള്ള വഴികൾ അവർക്ക് അറിയാം. അപ്പൊ ഞാൻ ഇന്നൊരു കുട്ടിയോട് വെറുതെ ഒരു കൗതുകത്തിന് ചോദിച്ചു, പേരൊന്നും പറഞ്ഞില്ല, അല്ല പറഞ്ഞത് എങ്ങനെ പറഞ്ഞിട്ട് സമയം കിട്ടുന്നത്? ഫോണും ഈ ടിവിയും സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോ വായിക്കാൻ സമയം കിട്ടുന്നല്ലോ, ഇപ്പൊ എവിടുന്നാ കിട്ടുന്നത്? അപ്പോ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് വീട്ടില് കുറെ നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ഫോണൊന്നും ഇല്ലാത്ത സമയം കുറച്ച് കിട്ടുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ വായിക്കും. ഓക്കെ, ഫോണ് കിട്ടാറില്ല. അപ്പൊ ഞാൻ വിചാരിച്ച ചാർജ് കഴിയുമ്പോ ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന നേരം അതല്ല, അനിയത്തിക്ക് ഫോൺ കൊടുക്കേണ്ടി വരും. അപ്പൊ അനിയത്തി പറഞ്ഞാൽ സിസ്റ്ററിന് ഫോൺ കൊടുക്കേണ്ടി വരുമ്പോ ആ സമയം ഞാൻ ഇവിടുന്ന് വായിക്കുകയും ചെയ്യും. അതാണ് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് BEdോ അതല്ലെങ്കിൽ BAയോ PGക്കൊക്കെ പഠിക്കുന്ന പല പെണ്ണന്മാരും ഉണ്ടാവും. അപ്പൊ അവർക്ക് സമയം കുറച്ച് ഫോണിന് പുതിയ പുതിയ കാലമാണല്ലോ, ഉപയോഗിക്കേണ്ടി വരുന്ന നമ്മൾ രക്ഷിതാക്കളും കുട്ടികളൊക്കെ വളരെ അർത്ഥത്തിൽ മനസ്സിലാക്കിയാണ്, ഉപയോഗപ്പെടുത്തിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ LKG പഠിക്കുന്ന കുട്ടിക്കാണ്, അവൾക്ക് ഫോൺ യൂട്യൂബ് കാണാൻ വേണമെന്നാണ്. അപ്പൊ അതാണ് നമ്മളെ ജനിച്ച ചെറിയ മക്കൾക്ക് പോലും ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ ഈ സാധനം ഉണ്ടെങ്കിൽ പറ്റൂല. രക്ഷിതാക്കളായ നമ്മൾ നിർബന്ധിതരാകുന്ന ഒരു കാലമാണ്. അപ്പൊ അവരോടൊക്കെ കൂടി പറഞ്ഞ് എങ്ങനെ ഇതൊക്കെ പറ്റും, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു പോവാ, ഈ വീട്ടിലെ പണിയൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ അവരൊന്ന് ഒതുക്കിയിരുത്തണം, ഈ സാധനം കിട്ടുള്ളൂ എന്നാണ് നമ്മുടെ വീട്ടിലെ രക്ഷിതാക്കൾ പറയുന്ന പരാതി. അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, പുതിയ കാലത്ത് ആ കുട്ടികളെ ഡീൽ ചെയ്യാൻ, അവർക്ക് ഇതിനൊരു നിയന്ത്രണം വെക്കാൻ, ഈ സമയത്ത് ഇത് ഉപയോഗിക്കാവോ, ഇന്നത് ഉപയോഗിക്കാവോ, ഇത്ര ഡിസ്റ്റൻസിൽ ഇത് കാണണം, ഇത് കേൾക്കണം, ഇങ്ങനെ കാര്യങ്ങളെ കാണാവൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിന് കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ ആരും ഫോണിൽ നിയന്ത്രണങ്ങൾ വെച്ചിട്ടല്ല കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നത്. ആ സാധനം കൊടുക്കുക, ഒരു ഇഷ്ടമുള്ളത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ഒരു സ്ക്രോൾ ചെയ്യാനും മരിക്കാനും തിരിക്കാനും ഒക്കെ അറിയുന്ന കാലം. പറഞ്ഞു വന്നത്, അവിടെ ഒക്കെ നിയന്ത്രണങ്ങൾ വെക്കാൻ നമുക്ക് ഇപ്പൊ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ തീരെയും കഴിയില്ല. കുട്ടികൾ ഈ ലോകത്താണ്, അവരവരുടെ വഴികളിലേക്ക് ഇങ്ങനെ പോകുമ്പോ അതൊരു ലഹരിയായി മാറും. പുതിയ കാലത്ത് ഉപയോഗിക്കുന്ന മറ്റു സാധനങ്ങളോ പ്രശ്നങ്ങളോ അല്ല, അതല്ലാതെ ഇത്തരം കാര്യങ്ങളും മാറി നിൽക്കാൻ പറ്റാതെ അതിന് അഡിക്റ്റഡ് ആയി പോകുന്ന, അതൊരു ലഹരിയായി മാറുന്ന എല്ലാം ലഹരിയാണ്. അതിനൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അതിന് കഴിയാതെ വരുമ്പോഴാണ് കുറെ കഴിഞ്ഞ് കുട്ടികളുടെ താല്പര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുകയോ ഒക്കെ ചെയ്യുമ്പോ നമുക്ക് എന്താ ഇങ്ങനെയെന്ന് തോന്നുന്നത്. അതിനാണ് വളരെ ചെറുപ്പത്തിലെ അവർ വളർന്നു വരുന്ന വഴികളിലെ അവർക്ക് നല്ല വഴികൾ വളർത്താൻ കഴിയുള്ളൂ. അത് അവർക്ക് കാണിച്ചു കൊടുത്ത് അവർ വഴിയിലേക്ക് വരുന്നത് സത്യം. അനുഭവം നേരത്തെ പറഞ്ഞു, കുട്ടികൾക്ക് ഒരുപാട് സമയം അല്ലെങ്കിൽ അവർക്ക് ഒരു എന്റർടൈൻമെന്റിന് കുറെ സമയം ഇതൊക്കെ കിട്ടുമ്പോഴാണ് അവർ ആ വഴിയിലൂടെ നീണ്ടു പോകുന്നത്. ഇവർക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു, കേട്ടിരിക്കാനും നമ്മളെ ജീവിതത്തിൽ പകർത്താനുള്ള ക്ലാസ് ആയിരുന്നു. 4 മണി മുതൽ 6 മണി വരെ ഇരുന്ന് ക്ലാസ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.